കോട്ടയം ശാസ്ത്രി റോഡിന് താഴെയുള്ള കാർലാൻഡ് എന്ന ഷോപ്പാണിത്. ശാസ്ത്രി റോഡിന് താഴെയായിട്ടൊരു പെട്രോൾ പമ്പ് ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാത്തരം വാഹനങ്ങളുടെയും ആക്സസറീസും സർവീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കിടിലൻ ഷോപ്പാണിത്. ഇപ്പോൾ ഓട്ടോറിക്ഷ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട ഏതുതരം ആക്സസറീസ് തുടങ്ങി 2 സെഗ്മെന്റിലായിട്ട് വരുന്ന 2 ഷോപ്പാണ് ഇവരുടേതായിട്ടുള്ളത്. അപ്പോൾ ഈ ഷോപ്പിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഇവിടെ രണ്ടാമത്തെ ഷോപ്പ്. ആയിട്ട് കിടക്കുന്ന വണ്ടികളാണിത്. അപ്പോൾ സർവീസ് തുടങ്ങി മെയിൻ പാർട്സ് എല്ലാം ഈ ഷോപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ഷോപ്പിലേക്ക് പോകാം. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള ഹാൻഡ് സാനിറ്റൈസിങ് നിർബന്ധമാണ്. അപ്പോൾ അതിനുശേഷം അകത്തേക്ക് പ്രവേശിക്കുക. ചെറിയ വാഹനങ്ങളുടെ ഗ്രില്ല് മുതൽ ഇപ്പം മെഷ് ഗ്രില്ല് വേണമെങ്കിൽ അത് ആ ടൈപ്പൊക്കെ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പം ഓൾട്ടോ തുടങ്ങി ഫോർഡ് ബെൻസ് വരെയുള്ള വണ്ടികളുടെ ഗ്രില്ലുകളാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ ആ ഒരു കാഴ്ചയിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പം ഇവിടെ വേറെ കുറേ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. JVCയുടെ ഒരു കിടിലൻ ഓഡിയോ സ്പീക്കറാണ്. 300 വാട്ടിൻ്റെ ഒരു സ്പീക്കറാണെന്ന് തോന്നുന്നു. അത് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു നല്ല സ്പീക്കറാണ്. വണ്ടികൾക്ക് വേണ്ട പലതരം LED ലൈറ്റുകൾ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ കാർ ഹോൾഡറുകൾ, അപ്പോൾ ഡാഷ്ബോർഡിലും മറ്റും വെക്കാവുന്ന കാർ ഹോൾഡറുകൾ, അതുപോലെ വാക്യൂം ചെയ്ത് ചില്ലിൽ ഗ്ലാസ്സിൽ വെക്കാവുന്ന ഹോൾഡറുകൾ, അങ്ങനെ വണ്ടികൾക്ക് വേണ്ട കൺവീനിയൻ്റ് ആയിട്ടുള്ള പലതരം പ്രോഡക്റ്റുകളുടെ ഒരു റാക്കാണ് ഈ വരുന്നത്. പിന്നെ പലതരം വാക്സ് പോളിഷുകൾ, അതുപോലെ തന്നെ നമുക്ക് തുടയ്ക്കേണ്ട ക്ലീൻ ചെയ്യേണ്ട തുണി മുതൽ അങ്ങോട്ട് ഗിയർ നോബ്. ഇത് ഈ കാണുന്ന വളരെ നേർത്ത ഒരു കാർ ക്ലീനിങ് ക്ലോത്താണ്. ഇത് ഈ കാണുന്ന സ്റ്റീരിയോസിൻ്റെ ഒരു ചെറിയ ഒരു കളക്ഷൻസാണ്. അപ്പോൾ ഇതൊന്നുമല്ല, ഇനി മേളിലോട്ട് കയറുമ്പോൾ വിപുലമായ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ നിലയിൽ നമ്മൾ കയറി വരുമ്പോൾ കുറേ സ്റ്റീരിയോയുടെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു സ്റ്റീരിയോയുടെ ഒരു സെക്ഷനിലാണ്. അപ്പോൾ ഇത് ആൾക്കാർക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ കണ്ട് നമുക്ക് സ്റ്റീരിയോയുടെ ഒരു സെക്ഷൻ നോക്കി നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു കൺസെപ്റ്റിൽ വരുന്ന സ്റ്റീരിയോയുടെ ഒരു മോഡൽസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സോണിയുടെ തന്നെ ബ്രാൻഡായ പ്ലെയർ സ്പീക്കർ, അതേപോലെ തന്നെ USB പ്ലെയർ, സോണിയുടെ തന്നെ കമ്പോണൻ്റ് കോയാക്സിൽ സ്പീക്കറുകൾ, അതുപോലെ മറ്റു ബ്രാൻഡുകളെല്ലാം ഈ സ്റ്റീരിയോസിൻ്റെ ഒരു വിപുലമായ ശേഖരമുണ്ട്. അപ്പോൾ സ്റ്റീരിയോയുടെ തന്നെ വേറൊരു സെക്ഷനാണിത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് നമുക്കൊന്ന് കാണാം. ശബ്ദ സംവിധാനങ്ങൾ കാറിന് യോജിച്ചതാണോ എന്ന് നോക്കിയെടുക്കാൻ പറ്റിയ അത്രയും സെലക്ഷൻസ് ഓഫ് സ്റ്റീരിയോസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാറിനെ പ്രകമ്പനം കൊള്ളിക്കണമെങ്കിൽ പിന്നിലെ പാർസൽ ട്രെയിൽ ഓവൽ സ്പീക്കറും ഡിക്കിയിൽ സബ് വൂഫറും ഘടിപ്പിക്കാം. അതിന് പറ്റിയ അടിപൊളി ഐറ്റംസ് ആണിത്. ഇത് സ്പോയിലറും കാരിയറും വരുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഫുഡ്സ് ഒക്കെ ചവിട്ടി ഇറങ്ങുന്ന ആ ഭാഗത്ത് വരുന്ന ബീഡിങ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സെക്ഷൻ ആണിത്. അപ്പൊ അതിന്റെ അകത്ത് കുറെ വെറൈറ്റീസ് എനിക്ക് തോന്നുന്ന എല്ലാം നമുക്ക് വേറൊരു ഷോപ്പിൽ കാണാൻ പറ്റാത്ത അത്രയും വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ഈ കാർലാൻഡിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അങ്ങനത്തെ ഉള്ള എല്ലാ ഐറ്റംസും കൂടി ഉണ്ട്. എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഫുഡ് റെസ്റ്റ് മുതൽ അങ്ങോട്ട് മോഡിഫിക്കേഷൻസിന് വേണ്ട എല്ലാ ഐറ്റംസും ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. അപ്പൊ ഇത് എന്റെ ഇരിക്കുന്ന സ്വിഫ്റ്റിന്റെ ഒരു സ്പോയിലറാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ വണ്ടികളുടെ സ്പോയിലർ അതേപോലെ കാരിയർ എല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ കളക്ഷൻസും ഈ ഷോപ്പിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഓരോ വണ്ടികളുടെയും വ്യത്യസ്ത റോ മെറ്റീരിയൽസുകൾ, ഈ റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വേറെ എങ്ങും കിട്ടാത്ത കുറച്ച് കളക്ഷൻസ് ഇവിടെയുണ്ട്. പിന്നെ ഔട്ടർ കവറുകൾ, അങ്ങനെ വരുന്ന കുറെ ഐറ്റംസ്, നമുക്കൊരു വിപുലമായ ശേഖരം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോന്നും എടുത്തു കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു എപ്പിസോഡൊന്നും പറ്റത്തില്ല. അതേപോലെ വിപുലമായ ആക്സസറീസിൻ്റെ ഒരു ശേഖരം തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കുറച്ചൊക്കെ നമുക്കൊന്ന് കണ്ടു കളയാം. 3D മാറ്റാണ്. നമ്മുടെ നോർമൽ മാറ്റിനെ കഴിഞ്ഞും എന്താ പറയാ 3D ഒരു സെറ്റപ്പ് വരുന്ന മാറ്റാണ്. സെൽട്ടോസ് എന്ന് പറയുന്ന വണ്ടിയുടെ ഒരു 3D മാറ്റാണിത്. ഇങ്ങനത്തെ എനിക്ക് തോന്നുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ സീറ്റിന്റെ അകത്തൊക്കെ ഇടുന്ന കുറച്ച് ബീഡ്സിന്റെ കവറുകളാണ്. അപ്പൊ അത് കുറച്ച് ബീഡ്സ് ഇതുണ്ടോ, അത് നല്ല രസമുണ്ട്. അങ്ങനെയുള്ള കുറെ വെറൈറ്റി ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കുറച്ച് വേറെ അത് ബീഡ്സിൽ തന്നെ നമുക്ക് പല വെറൈറ്റികൾ വരുന്നുണ്ട്. പിന്നെ കാർ വാഷുകൾ, അതേപോലെ തന്നെ പോളിഷും കാര്യങ്ങളും, ലിക്വിഡ്, അതിൽ വേണ്ട കാറിന് വേണ്ട ഷാമ്പൂ പോലെയുള്ള ലിക്വിഡുകൾ, പിന്നെ വൈപ്പർ ക്ലീൻ ചെയ്യുന്ന ക്ലീനർ, വൈപ്പറിൻ്റെ ലിക്വിഡ്,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ ബിൽഡിങ്ങിൽ കണ്ടത് ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന കുറെ റോ മെറ്റീരിയൽസ് ആണ്. വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ ഉപകരണങ്ങളും അതേപോലെ എല്ലാ ഐറ്റംസും ഇവിടെ എനിക്ക് തോന്നുന്ന വലിയ കത്തി റേറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പം നമുക്ക് ഇനി ഇവരുടെ തന്നെ പ്രീമിയം സെഗ്മെന്റിൽ ഇപ്പോൾ ജാഗ്വാർ തുടങ്ങിയ വലിയ വണ്ടികളുടെ ഒരു സെക്ഷൻ വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന കോട്ടയത്ത് എല്ലാ ആളുകൾക്കും ഇതൊരു സുപരിചിതമായ ഷോപ്പ് തന്നെയാണ്. അവിടെ ആദ്യത്തെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇച്ചിരി ഇങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ നമുക്ക് ഈ കാണുന്ന രണ്ടാമത്തെ ഷോപ്പ്. അപ്പോൾ ഇവിടേക്ക് നമുക്കൊന്ന് പോയിട്ട് ഇവിടുത്തെ കാര്യം. കാസർഗോഡിലെ കാർലാൻഡിന്റെ ഷോറൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രീമിയം സെഗ്മെന്റിലെ വണ്ടികളുടെ ഒരു വിപുലമായ ആക്സസറീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കാണാനാണ് നമ്മളിത് പോകുന്നത്. അപ്പോൾ ഒരു പ്രീമിയം സെഗ്മെന്റില് അല്ല എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളുടെയും ആക്സസറീസ് ഇവിടെ വിപുലമായ ഒരു കളക്ഷൻ തന്നെയുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് ഒരു മീഡിയം സെഗ്മെന്റ് റേഞ്ചിലൊക്കെ വരുന്ന കാറ്റഗറിയിലുള്ള ആക്സസറീസ് ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ എല്ലാ സെഗ്മെന്റിലും കുറച്ചുകൂടെ എന്താ പറയുക ഒരു പ്രീമിയം കണ്ടന്റ് ഇവിടെ ഉണ്ട്. അത് നമുക്കൊരു ചെറിയ റേറ്റ് മുതൽ അങ്ങോട്ട് വലിയ റേറ്റിൽ വരുന്ന ആക്സസറീസിന്റെ വിപുലമായ ശേഖരം തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ചുകൂടെ ഹൈ എൻഡിലേക്ക് പോകാവുന്ന മോഡിഫിക്കേഷൻ ലൈറ്റ്സുകൾ അതേപോലെ വേണ്ട എക്സ്ട്രാ ഫിറ്റിങ്സുകളൊക്കെയാണ്. അപ്പം അവിടെ നമ്മൾ കണ്ട പോലെ തന്നെയുള്ള മെഷുകളും ഗ്രിൽസുകളും അതേപോലെയുള്ള അലോയ് വീൽസ് അതേപോലെ വരുന്ന കുറച്ചുകൂടെ മെച്ചപ്പെട്ട ക്വാളിറ്റി ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പറയേണ്ടതില്ല, എല്ലാം കൊണ്ട് വരുന്ന കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇത് ഇവിടുത്തെ സ്റ്റാഫാണ്. പേരെന്താണ്? ഷക്കീൽ എന്നാണ് പേര്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഷക്കീലിനോട് ചോദിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് പോകുന്നത്? മെയിനായിട്ട് പ്രീമിയം വണ്ടികൾ, മാറ്റ്, പിന്നെ ഇങ്ങനത്തെ ടൈലൈറ്റ്, അലവില് എല്ലാം മാക്സിമം എല്ലാ ആക്സസറീസും നമ്മളെടുത്തുണ്ട്. ഇത് സെപ്പറേറ്റ് എന്തെങ്കിലും പ്രീമിയം കണ്ടന്റ് വരുന്ന സെക്ഷൻ ആണോ അതോ? കുറച്ച് ഇങ്ങനത്തെ മോഡിഫിക്കേഷൻ ആയിട്ടുള്ള എക്സ്ട്രാ ലൈറ്റ്സും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എല്ലാം വരുന്നുണ്ട്. ആൾക്കാർ എന്താ പറയുക ഡെയിലി പോകുന്ന കുറെ ഐറ്റംസ് അങ്ങനെ വല്ല സെപ്പറേറ്റ് വല്ല കാറ്റഗറി അലവിൽ ഇങ്ങനത്തെ ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. എക്സ്ട്രാ വരുന്ന ടെയിൽ ലൈറ്റ്, ഹെഡ് ലൈറ്റ് അങ്ങനത്തെ ഒക്കെ ഏത് എല്ലാ വണ്ടികളിലും വരുന്നുണ്ട് ആൾക്കാർ എപ്പോഴും? ഒരുവിധം എല്ലാ വണ്ടികളുടെ നമുക്ക് മൂവിങ് ഉണ്ട്. ഇവിടെ അലോയ് വീൽസിന്റെ കളക്ഷൻസ് മെച്ചപ്പെട്ട കുറെ രീതിയിലുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇവർ ചെയ്ത ഒരു വർക്കിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഒരു പ്രീമിയം കാർസിന്റെ ലൈറ്റ് ലാമ്പൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്കാണ്. അപ്പോൾ അവർ ചെയ്ത വർക്ക് ഇതിൻ്റെ ബാക്കിലാണ്. അത് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, അത് സെറ്റ് ചെയ്തിരിക്കുന്ന അറേഞ്ച് ചെയ്തിരിക്കുന്ന ലൈറ്റിൻ്റെ ഒരു ഭാഗമാണിത്. എടുത്ത് പറയേണ്ടതൊക്കെ ഒരു സർവീസ് ഗ്യാരണ്ടി, അത് സർവീസാണ് ഇവരുടെ മെയിൻ. അപ്പോൾ അവിടെ സർവീസിനായിട്ടുള്ള സെക്ഷനാണ് വരുന്നത്. നമ്മുടെ അപ്പുറത്തെ ഷോപ്പിലാണ് കണ്ടത്. ഇപ്പോൾ ഈ കാണുന്ന ഒരു ബെൻസിൻ്റെ ഒരു സ്പെയർ നമ്മുടെ മേളിലേക്ക് വെക്കാവുന്ന ഒരു ടൈപ്പ് ഐറ്റംസ് വരുന്നതാണ്. അപ്പം പിന്നെ ബോഷ് തുടങ്ങിയ കമ്പനികളുടെ കുറേ എക്യുപ്മെൻറ്റ്സ്, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് തുടങ്ങി ഐറ്റംസ് വരുന്നുണ്ട്. ഇതൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് വരുന്ന ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ വണ്ടിക്കൊക്കെ ഒരുപാട് മോഡിഫിക്കേഷൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റി ഉള്ള ഐറ്റംസ് ആണ്. ലൈറ്റ് അത് പല ലാമ്പുകളായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ വെറൈറ്റി ഇവിടെ ഉള്ളത് അലോയ് വീൽസിലാണ്. അലോയ് വീൽസിൻ്റെ ഭയങ്കരമായ കളക്ഷൻസ് ഉണ്ട്. മറ്റ് ഏത് ഷോപ്പുകളിലും ഇല്ലാത്ത അത്രയും അലോയ് വീൽസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എന്നാണ് തോന്നുന്നത്. കാരണം കോട്ടയത്ത് അത്രയും വിപുലമായ കളക്ഷൻസ് ഉള്ള ഒരു അലോയ് വീൽസിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് കാർലാൻഡിൽ തന്നെയാണ്. പിന്നെ അതിൻ്റെ നമ്മുടെ ഫ്രണ്ട് ബമ്പർ കാര്യങ്ങൾ
എല്ലാം ഒരു മീഡിയം അത് തൊട്ട് അങ്ങോട്ട് പ്രീമിയം കളക്ഷൻസിൽ നല്ല അടിപൊളി കിടിലൻ ഐറ്റം എന്ന് പറയാവുന്ന സാധനം ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. കാഴ്ചകൾ കണ്ട് തീർക്കാനായിട്ട് പാടുപെടുന്ന കുറേ സെക്ഷൻസാണ്. പിന്നെ വരുന്നത് നമ്മുടെ വാക്സ് പ്രീമിയം വണ്ടികൾക്ക് വേണ്ട പോളിഷ്. അപ്പോൾ അത് നമ്മുടെ സെറാമിക് രീതിയിലുള്ള കോട്ടിങ്സ്, വാക്സ്, പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ തന്നെ കവറുകൾ, ബാക്ക് കവർ കാര്യങ്ങൾ, സീറ്റ് കവർ, അങ്ങനെ വേണ്ട കുറേ പ്രോഡക്റ്റുകൾ. അപ്പൊ എങ്ങനെയുണ്ട് പൊതുവിൽ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടുള്ള കച്ചവടം എങ്ങനെയാണ് ബേസ് ചെയ്ത് പറയാനായിട്ട്? ഉണ്ട്, അത്യാവശ്യം കച്ചവടമുണ്ട്. മറ്റേലും അത്രയില്ല, എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ ഈ പ്രശ്നമില്ല, പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് അതിൻ്റെതായ ഒരു മടുപ്പുണ്ട്, അതിൻ്റെതായ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ട് സ്പെഷ്യലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്? സ്പെഷ്യൽ ഇങ്ങനത്തെ ലൈറ്റ്സും പിന്നെ എല്ലാ ബ്രാൻഡ് ഐറ്റംസ് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിലും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ കസ്റ്റമേഴ്സിന് അത് സർവീസ് അപ്പുറത്ത് ചെയ്തു കൊടുക്കുന്നു. ഫിറ്റിംഗ്സ് ആയിട്ട് എല്ലാ ഫിറ്റിംഗ്സും അപ്പുറത്തും ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ ഒരുവിധം എല്ലാ ഫിറ്റിംഗ്സും നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് അല്ലേ? കോട്ടയത്തെ എനിക്ക് തോന്നുന്ന ഓൾമോസ്റ്റ് ഇവിടെ ഓൺലൈനിലും ഏറ്റവും നല്ല ടോപ്പ് വർക്കും ഡീസന്റ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഒത്തിരി വർഷമായി തുടങ്ങി തന്നെ. ഇവിടുത്തെ പ്രൈസ് റേഞ്ച് ഒക്കെ അത് ഓരോന്ന് ഓരോ പ്രോഡക്റ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വീൽ ടയർ ക്ലീനർ, അതേപോലെ തന്നെ പെർഫ്യൂംസ്, ആംബി പ്യൂർ തുടങ്ങി അങ്ങോട്ട് വേണ്ട ഐറ്റംസ്, കുറച്ച് ബ്രാൻഡ് അങ്ങനെയുള്ള രീതിയിലുള്ള പെർഫ്യൂംസുകൾ, എയർ ഫ്രഷ്നർ, അതിൻ്റെ ഒരു ആക്സസറീസ്, നല്ല കിടിലൻ ഐറ്റംസൊക്കെ ബ്രാൻഡും അല്ലാത്തതും എല്ലാം വരുന്നുണ്ട്. നിങ്ങളുടെ വാഹനം പുതിയതാണേലും പഴയതാണേലും ഒക്കെ ആദ്യം നമ്മൾ മാറാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ സീറ്റ് കവറാണ്. അപ്പോൾ സീറ്റ് കവറിന് വേണ്ടത് രണ്ട് മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഫാബ്രിക് സീറ്റ് കവറുണ്ട്, PUV സീറ്റ് കവറുണ്ട്. അങ്ങനെ വരുന്ന ആക്സസറീസ് തുടങ്ങി അങ്ങോട്ട് വണ്ടിയിൽ നിങ്ങൾക്ക് വേണ്ട ചാർജിങ്, അതിന് വേണ്ട അഡാപ്റ്റർ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം. ഇത് ഞങ്ങളെ മൂന്നാറിലുള്ള ഗോഡൗണാണ്. സൈഡ് ബീഡിങ്ങിൻ്റെ രസമാണ്. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. സൈഡ് ബീഡിങ് എല്ലാ വണ്ടിയിലും ഉണ്ട്. പിന്നെ ന്യൂ സെക്കൻഡാണ് ഇത് സംഭവം. നമ്മളെ വീഡിയോയിൽ കാണിച്ച ആദ്യം കണ്ട ആ ഷോപ്പിൻ്റെ ഏറ്റവും മുകളിലത്തെ ഗോഡൗൺ ആണ്. അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം ആക്സസറീസും ഉണ്ട്. ക്രാഷ് കാർഡ്, റൂഫ് കാരിയർ ആക്സസറീസ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ, അതേപോലെ തന്നെ സെക്യൂരിറ്റി സിസ്റ്റംസ്, ആൻഡ്രോയിഡിലൊക്കെ വേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഐഫോണിലൊക്കെ വേണ്ട റൂട്ട് മാപ്പ്, നാവിഗേഷൻ, അങ്ങനെ തുടങ്ങി ഒരു ഓട്ടോറിക്ഷ മുതൽ ലോറി വരെയുള്ള ആക്സസറീസിൻ്റെ, അതിപ്പോൾ കിറ്റ് നിങ്ങൾക്ക് എന്തൊക്കെ ആക്സസറീസ് വേണം, അപ്പോൾ 1000 റുപ്പീസ് തുടങ്ങി അല്ലെങ്കിൽ അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും. അപ്പോൾ അതുകൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത്. അത് ഈ ഒരു ഐറ്റംസ് കിട്ടുന്ന വേറൊരു ഷോപ്പ് കോട്ടയം ജില്ലയിലില്ല. അതേപോലെ കളക്ഷൻസാണ്. അത് നമ്മൾ ഗോഡൗൺ കൂടി ഇത്രയും കാര്യമായിട്ട് തന്നെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്താം എന്ന പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ.